ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എനിക്ക് ഓഫായത് കൊണ്ട് ഞാൻ പുറത്ത് പോയി. ആസ് യൂഷ്വൽ സമ്മറൊക്കെ അല്ലേ, പുറത്ത് പോയില്ലെങ്കിൽ ഒരു രസമില്ലല്ലോ. സോ പുറത്ത് പോയി കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി സെൻറ്റർ നോക്കി കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ പൂപ്പാട്ടി ഷോ. സോ ഞങ്ങളവിടെ കയറി പൂപ്പാട്ടി കുടിച്ചു. പിന്നെ ഓർക്കണം, ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ആ പൂപ്പാട്ടി കുടിക്കുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് സെൻറ്റർ നോക്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 1-2 ദിവസമാണ് ഓഫ് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കും. പിന്നെ ഓണമൊക്കെ അല്ലേ വരുന്നത്, നമുക്ക് കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചു നമ്മൾ ഷോപ്പിൽ കയറി. പക്ഷേ അതിൻ്റെ പ്രൈസ് കണ്ടപ്പോൾ നമ്മൾ കയറിയതുപോലെ തിരിച്ച് നേരെ അത്ര സ്പീഡിൽ തന്നെ തിരിച്ചിറങ്ങി. പിന്നെ കുറേ ക്യൂട്ടായിട്ടുള്ള ആ ഷോപ്പിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ സെൻറ്റർ നോക്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഗ്ലാസ്ഗോ സിറ്റി സെൻറ്ററിൻ്റെ ഇതാണ് സിറ്റി സെൻറ്ററിലുള്ള ബ്രിഡ്ജ്. സോ അവിടെ താഴെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സമ്മർ സീസൺ ആയതുകൊണ്ട് ആ ഒരു ക്ലൈമറ്റിൽ ആ ലേക്കിൽ നോക്കി ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സീക്കിള്, പിന്നെ പ്രാവുകൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിന് ഫീഡ് ചെയ്യുന്നതും അതൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് അങ്ങനെ നടന്നു. പിന്നെ നമുക്ക് നടക്കാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. അത്ര ചൂടോ അതുപോലെ തന്നെ അത്ര തണുപ്പോ ഇല്ലാത്തൊരു ക്ലൈമറ്റ്. നമുക്ക് ഏകദേശം നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ കാരണം 1-2 ദിവസം നമുക്ക് ഓഫ് കിട്ടുന്നത്. അപ്പം സോ അത് കഴിഞ്ഞ് നമ്മൾ അത്രയും വർക്കിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ ഫ്രണ്ട്സിനെ കാണാറില്ല. കുറേ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങിയപ്പോൾ തന്നെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ മാത എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. എനിക്ക് പൊറോട്ടയും ബീഫും കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അത് സാധിച്ചു. ഞങ്ങൾ പൊറോട്ടയും ബീഫും കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനത് ആസ്വദിച്ച് ഞാൻ കഴിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു, മോർണിംഗ് തന്നെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് പൊറോട്ടയും ബീഫും കഴിക്കണമെന്നാണ്. എനിക്കത് പറ്റിയല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. മാതാ റെസ്റ്റോറൻറ്റിലെ അങ്കിളാണ് ജോസഫ്. അപ്പം ഇവരോട് ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഞങ്ങൾ പരിചയപ്പെടുമായിരുന്നു. നമുക്ക് ആൾക്കാരുടെ ഇഷ്ടത്തിലുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ മലയാള ഫുഡ് ഉണ്ടാക്കുന്ന നാട്ടിലെ ഒരു ഫിലിം സ്റ്റാറിൻ്റെ ഷെഫാണ് ഇവിടെ വർക്ക് പെർമിറ്റ് കൊണ്ടുവന്നിട്ടുള്ള. എൻ്റെ പേര് ജോസഫ്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ പോവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് എന്നെ കാണാം.